ശ്രീജിത്ത് പണിക്ക് സ്വാഗതം. ശ്രീജിത്തെ, ഇവന്മാരെ വിടാനുള്ള ഭാവം ഇല്ലല്ലോ, അടി തുടങ്ങിയിട്ടുണ്ട്, കൊണ്ടതൊന്നും പോരാന്ന് തോന്നുന്നു അല്ലേ? അവർക്കത് പോരാ, അവരതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ മെഷേർഡായിട്ടുള്ള മറുപടിയാണ് നൽകുന്നത്. അത് വളരെ റെസ്പോൺസിബിൾ ആണ് എന്നും നോൺ എസ്കലേറ്ററി ആണ് എന്നും നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒപ്പം അത് പ്രൊപ്പോർഷനേറ്റ് ആണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ റെസ്ട്രെയിന്റ് ഇപ്പോഴും നമ്മൾ പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വലിയ മിലിറ്ററി സുപ്പീരിയോറിറ്റി ഉണ്ടായിട്ടും പാകിസ്ഥാൻ ഇപ്പോഴും നമ്മളെ ആക്രമിക്കുന്നത്. അതുകൊണ്ടാണ്, കാരണം നമ്മൾ ഇതിനെ ഒരിക്കലും എസ്കലേറ്റ് ചെയ്തിട്ട് യുദ്ധം എന്ന രീതിയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് കൊടുക്കാതെ നിവൃത്തിയുമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ ഇഞ്ച് മണ്ണിനെയും സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ, അവരുടെ സ്വത്തിനെ ഒക്കെ തന്നെ സംരക്ഷിക്കേണ്ടതിന്റെ ഒരാവശ്യമുണ്ട്. അതിന് പൂർണ്ണമായിട്ടും പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മൾ എന്നാണ് ഒരുപക്ഷെ ഇന്നത്തെ ആ ഒരു മിലിറ്ററി ബ്രീഫിംഗ്, പ്രത്യേകിച്ച് വിദേശകാര്യ സെക്രട്ടറി കൂടി ഉൾപ്പെട്ട ആ ഒരു ബ്രീഫിംഗ് സൂചിപ്പിക്കുന്നത്. ഞാനതൊരു മനസ്സിലാക്കുന്നത്, പാകിസ്ഥാൻ എത്ര നമ്മളെ ആക്രമിച്ചു, നമ്മൾ എത്ര തിരിച്ച് ആക്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് അതിനുശേഷം മാധ്യമങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്തത് എങ്കിലും അതിൽ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന 2 പോയിന്റുകളുണ്ട്. ആ 2 പോയിന്റുകൾ പാകിസ്ഥാന്റെ ശവപ്പെട്ടിക്ക് ആണിയടിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇനിയും അടുത്ത ദിവസങ്ങളിൽ, വരും മാസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര രംഗത്ത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നതിന് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട പിടിവള്ളികളാണത്. കാരണം ഒന്ന്, അതിൽ പറഞ്ഞിട്ടുണ്ട്, അവരെ ആക്രമിച്ചിരിക്കുന്ന സിവിലിയൻ ഏരിയകളുടെ ഡീറ്റെയിൽസിനെ പറ്റി പറയുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ സൈനികമായിട്ടുള്ള ഒരു നടപടിക്കാണ് പോകുന്നത് എങ്കിലും അവർ ആക്രമിക്കേണ്ടത് അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ സൈനിക ബേസുകളെയാണ്. പക്ഷേ സൈനിക ബേസുകളെ അവർ ആക്രമിക്കുന്നതിനോടൊപ്പം തന്നെ സിവിലിയൻ ഏരിയകളെ അവർ ആക്രമിക്കുന്നുണ്ട്. അത് തന്നെ എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്? റിലീജിയസ് ആയിട്ടുള്ള സൈറ്റുകളിൽ, ഗുരുദ്വാരകളെ അവർ ആക്രമിക്കുന്നുണ്ട്, സ്കൂളുകളെ ആക്രമിക്കുന്നുണ്ട്, പൂഞ്ചിലുള്ള ക്രൈസ്റ്റ് സ്കൂളിനെ അവർ ആക്രമിക്കുന്നുണ്ട്, റെസിഡൻഷ്യൽ ഏരിയകളെ അവർ ആക്രമിക്കുന്നുണ്ട്. ഷെല്ലിംഗ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നേരത്തെ പട്ടാളക്കാർക്കെതിരെ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോ അതിർത്തിയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വീടുപേക്ഷിച്ച് പോകേണ്ടുന്ന രീതിയിൽ, അവരുടെ കാഷ്വാലിറ്റി ഉണ്ടാകുന്ന രീതിയിലത്തേക്ക് അതിനെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ക്രിസ്ത്യൻ കോൺവെന്റുകളെ അവർ ആക്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സിവിലിയൻ ഏരിയകളെ, സിവിലിയൻസിനെ പാകിസ്ഥാൻ ഇപ്പോൾ ഈ ഒരു സൈനിക നടപടിയുടെ ഭാഗമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ്. ഇത് ജനീവ കൺവെൻഷനിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു യുദ്ധ കുറ്റം എന്നാണ്. സിവിലിയൻസിനെ ആക്രമിക്കുക, സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിനെ ആക്രമിക്കുക, സിവിലിയൻ പോപ്പുലേഷനെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാർ ക്രൈമാണ് ജനീവ കൺവെൻഷൻ പ്രകാരം. അപ്പോൾ അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് ഇന്ത്യ പറയുന്നുണ്ട്. അതായത് പൂഞ്ചിലുള്ള ക്രൈസ്റ്റ് സ്കൂൾ, ആ ക്രൈസ്റ്റ് സ്കൂളിൽ ആക്രമിക്കുന്നു, അതിനടുത്തുള്ള 2 കുട്ടികൾ, ആ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൊല ചെയ്യപ്പെടുന്നു, അവരുടെ കുടുംബാംഗങ്ങൾക്ക് സാരമായിട്ടുള്ള പരിക്കുണ്ട്. അവിടെയുള്ള ആൾക്കാർ അഭയം പ്രാപിക്കാനായിട്ട് ആ സ്കൂളിന്റെ അടിയിലത്തേക്കൊക്കെ പോകുന്നത് കൊണ്ട് മാത്രമാണ്, അതിന്റെ താഴത്തെ നിലയിലേക്ക് പോകുന്നത് കൊണ്ട് മാത്രമാണ് കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാകാതിരുന്നത്. പിന്നെ സ്കൂൾ പ്രവർത്തിക്കുന്ന സമയത്തായിരുന്നില്ല ഈ ആഘാതം എന്നതുകൊണ്ടാണ് അത് ഈ 2 മരണത്തിൽ മാത്രം നിലവിൽ ഒതുങ്ങിയിരിക്കുന്നത് എന്നത് പറയുന്നുണ്ട്. അതേപോലെ ക്രിസ്ത്യൻ കോൺവെന്റിനെ ആക്രമിക്കുമ്പോൾ ക്രിസ്ത്യൻ കോൺവെന്റിലെ ഉള്ള സോളാർ പാനലുകൾ, അവരുടെ സോളാർ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം അവർ നശിപ്പിക്കുന്നുണ്ട്. ഒപ്പം അവരുടെ വാട്ടർ ടാങ്ക്, കുടിവെള്ളം മുട്ടിക്കുന്ന പരിപാടിയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്, മതന്യൂനപക്ഷങ്ങൾ, നമ്മൾ ആലോചിച്ച് നോക്കുക, ഒന്ന് സിഖ് കമ്മ്യൂണിറ്റിയാണ്, മറ്റൊന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. നേരത്തെ പഹൽഗാമിൽ ഹിന്ദുക്കളെയാണ് അവർ തെരഞ്ഞു വിളിച്ച് ആക്രമിച്ചത് എങ്കിൽ ഇവിടെ വളരെ കൃത്യമായിട്ട് ഗുരുദ്വാരകളെ ആക്രമിക്കുന്നു. അപ്പൊ സിഖ് കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നു, കോൺവെന്റുകളെ ആക്രമിക്കുന്നു, അപ്പോ അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആക്രമിക്കുന്നു. പിന്നെ മതപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒപ്പം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിനെയൊക്കെ ആക്രമിക്കുമ്പോൾ യുദ്ധക്കുറ്റമാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഉൾപ്പെടെ, UNHRCയിൽ ഉൾപ്പെടെ മതപരമായിട്ടുള്ള ആക്രമണം എന്ന രീതിയിലും അതേപോലെ തന്നെ യുദ്ധക്കുറ്റം എന്ന രീതിയിലത്തേക്കും ഭാവിയിൽ ഇന്ത്യ ഇതിനെ ഉയർത്തി കാണിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള പ്രൊവക്കേഷനും ഇല്ലാതെ എയർ സ്ട്രൈക്കുമായിട്ട്, മിസൈല്, ഡ്രോണ് ഒക്കെ അവർ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് സിവിൽ ഏവിയേഷന് വേണ്ടിയിട്ട് അവരുടെ എയർ സ്പേസ് അവർ ക്ലോസ് ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം ഇന്ന് പറയുന്നത്, ഒരു അന്താരാഷ്ട്ര ഫ്ലൈറ്റ് ഇതേ സമയത്ത് തന്നെ പാസഞ്ചേഴ്സുമായിട്ട് അവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് അതിനെ ഒരു ഷീൽഡ് പോലെ, ഒരു കവർ പോലെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ 1944 ഒരു ഷിക്കാഗോ കൺവെൻഷൻ ഉണ്ട്, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട ഒരു കൺവെൻഷൻ ഉണ്ട്. ആ കൺവെൻഷന്റെ സിഗ്നറ്ററി ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഇതെല്ലാം. അതിന്റെ ആർട്ടിക്കിൾ 3B പറയുന്നത്, യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യമോ യുദ്ധമോ ഉണ്ടെങ്കിൽ അതിൽ ഒരു സിവിലിയൻ എയർക്രാഫ്റ്റിനെ ഷീൽഡായിട്ടോ കവറായിട്ടോ മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, അതിലുള്ള ആൾക്കാരുടെ ജീവനെ പോലും റിസ്ക് ചെയ്യുന്ന രീതിയിൽ അതിന് 0 റിഗാർഡ് നൽകിക്കൊണ്ട് അവരെ കൂടി പരിചയമായിട്ട് ഉപയോഗിക്കുകയാണ്, ചാവേറുകളാക്കുകയാണ്, കുരുതി കൊടുക്കാനായിട്ട് പോവുകയാണ്. മുമ്പ് സമാനമായിട്ടുള്ള അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ 1988 ഇറാൻ എയറിന്റെ ഒരു ഫ്ലൈറ്റ് ഇതേപോലെ തന്നെ അമേരിക്ക വെടിവെച്ചിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സിവിലിയൻ എയർക്രാഫ്റ്റ് ആണ് എന്നുള്ളതിനെ പറ്റി അവർക്ക് മനസ്സിലാകാതെ അവരതിനെ വെടിവെച്ചിടുകയും അതിലുണ്ടായിരുന്ന ഏതാണ്ട് 300-നടുത്ത് വരുന്ന പാസഞ്ചേഴ്സ് മുഴുവനും കൊല ചെയ്യപ്പെടുകയും ചെയ്തു. 10 വർഷം മുമ്പാണ് മലേഷ്യൻ എയർലൈൻസിന്റെ ഒരു ഫ്ലൈറ്റ് യുക്രൈനിൽ ഇതേപോലെ തന്നെ വീഴ്ത്തിയത്. അപ്പോൾ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് ഒരു അടിയന്തരമായിട്ടുള്ള ഒരു പ്രതിസന്ധി അവിടെ ഉണ്ട് എങ്കിൽ എയർ സ്പേസ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോട്ടോകോളാണ്. അപ്പൊ അത് പാലിച്ചില്ല എന്ന് മാത്രമല്ല, ഇവർ എയർ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത്, ഇന്ത്യ അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡ്രോണുകളെയും മിസൈലുകളെയും നിർവീര്യമാക്കാനായിട്ട് നമ്മളും ഇവിടെ നമ്മുടെ എയർ ഡിഫൻസ് ഉപയോഗിക്കുന്ന സമയത്താണ് അവരുടെ എയർ സ്പേസ് അവർ ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിന് വേണ്ടി, സിവിലിയൻ എയർക്രാഫ്റ്റിന് വേണ്ടി തുറന്നു കൊടുത്തത്. അപ്പൊ ഇതൊരു ചെറിയ കാര്യമല്ല, വളരെ ആയിരിക്കില്ലേ ശ്രീജിത്ത്, അല്ലേ? അങ്ങനെ നടക്കുകയുള്ളൂ. കാരണം ഈ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണമെങ്കിലും അതിന്റെ എയർ പാത്ത് ക്ലിയർ ചെയ്ത് കൊടുക്കണമെങ്കിലും എയർ ട്രാഫിക് കൺട്രോൾ ഉൾപ്പെടെയുള്ള സിവിൽ ഏവിയേഷന്റെ കുറേയധികം പാരാമീറ്റേഴ്സ് അതിലുണ്ട്. എന്ന് വെച്ചാൽ ഇവരൊക്കെ തന്നെ അതിന് എന്തുകൊണ്ടാണ് ക്ലിയറൻസ് കൊടുത്തത്? ഈ എയർ സ്പേസിൽ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് അവിടെ നടക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഈ ഫ്ലൈറ്റിന് അതിലേക്ക് പോകാൻ, പറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ ആരാണ് നൽകിയത്? സാധാരണഗതിയിൽ ഈ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട ഒരാളും ഇതുമായി ബന്ധപ്പെട്ട ക്ലിയറൻസ് കൊടുക്കേണ്ടതല്ല. അത് കൊടുത്തിട്ടുണ്ട്. അപ്രൂവൽ കൊടുത്ത് അവിടെ നോക്കേണ്ട ഒരു കാര്യം എക്സാക്ട്ലി എന്ന് വെച്ചാൽ കൊലൂഡ് ചെയ്തതിന് ശേഷം വളരെ കൃത്യമായിട്ട് ഇതിനെ വീഴ്ത്തണമെങ്കിൽ വീഴ്ത്തിക്കോട്ടെ, ഇന്ത്യ ഇതിനെ ഡൗൺ ചെയ്യുന്നെങ്കിൽ ഡൗൺ ചെയ്തോട്ടെ എന്ന ഉദ്ദേശത്തിൽ അതിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റിയെ റിസ്ക് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ അതിനെ ഉപയോഗിച്ചു എന്നാണ്. അപ്പോൾ അതിന് അർത്ഥം എന്താ? ഇന്ത്യ ആ ഒരു സമയത്ത് ഇവിടെ ഒരു പ്രത്യാക്രമണം നടത്തുകയാണ്. അപ്പൊ നമ്മൾ ആ സമയത്ത് ഒരു സിവിലിയൻ എയർക്രാഫ്റ്റ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തില്ല എങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ യുക്രൈനോ അമേരിക്കയോ പോലും ഐഡന്റിഫൈ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തില്ല എങ്കിൽ അത് ഒരു സൈന്യത്തിന്റെ എയർക്രാഫ്റ്റ് ആണ് എന്ന് തെറ്റിദ്ധരിച്ച് അതിനെ നമ്മൾ ഡൗൺ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഇന്റർനാഷണൽ പ്രഷർ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ ശ്രേയനിൽ. ഈ രാജ്യങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര രംഗത്ത്, പ്രത്യേകിച്ച് OIC പോലെയുള്ള രാജ്യങ്ങൾ, ഇവരെല്ലാവരും തന്നെ പറയുക, നോക്കൂ, ഇന്ത്യ അവധാനതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്തില്ല. പാകിസ്ഥാനെ ആൾക്കാരെ കുറ്റപ്പെടുത്തുമായിരിക്കും, കാരണം നിങ്ങൾ എന്തുകൊണ്ടാണ് സിവിൽ ഏവിയേഷന് വേണ്ടിയിട്ട് അനുവദിച്ചത്, പക്ഷേ ഇന്ത്യ കുറച്ചുകൂടി റെസ്ട്രെയിന്റ് കാണിക്കണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തും. നമ്മൾ ഡ്യൂ ഡിലിജൻസ് ഉപയോഗിച്ചില്ല എന്ന് പറയും. നമുക്ക് സൈനിക എയർക്രാഫ്റ്റിനെയും സിവിലിയൻ എയർക്രാഫ്റ്റിനെയും നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്ന് കുറ്റപ്പെടുത്തും. അപ്പൊ നമ്മുടേതായിട്ടുള്ള ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണത്തിന്റെ തോത് കുറയ്ക്കുന്നതിനും നമുക്ക് മേൽ പാകിസ്ഥാൻ ഒരു മേൽക്കൈ കിട്ടുന്നതിനും പാകിസ്ഥാൻ ഒരു വിക്ടിം കാർഡ് കാണിക്കുന്നതിനും നിരപരാധികളായിട്ടുള്ള ഇന്റർനാഷണൽ ട്രാവലേഴ്സിനെ ഇന്ത്യ നിഷ്കരുണം കൊലപ്പെടുത്തി എന്നുള്ള ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നതിനും വേണ്ടി ഇവർക്ക് സാധിക്കുമായിരുന്നു. അതിനെ നമ്മൾ ത്വാർട്ട് ചെയ്തിരിക്കുന്നത് ഡ്യൂ ഡിലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഹെഡ്ലൈൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പാകിസ്ഥാൻ പറയുന്നത് ഒക്കെ തന്നെ പാവപ്പെട്ട ആൾക്കാരെ നമ്മൾ ഇങ്ങനെ കൂട്ടക്കുരുതിക്ക് വിധേയരാക്കിയെന്നാണ്. അപ്പൊ പിന്നീട് എന്ത് ചെയ്യും? നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം പൂർണ്ണമായിട്ട് ആക്ടിവേറ്റ് ചെയ്യണോ? എന്തെല്ലാം ആക്രമണങ്ങളിൽ ഏതൊക്കെ പരിധികളിൽ വെച്ചിട്ട് നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കുറച്ചുകൂടി റീവർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി കൂടി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ജീവനെ റിസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു രാജ്യം, അതിനോട് ചേർന്ന് സഹകരിച്ചിരിക്കുന്ന മറ്റുള്ള ആൾക്കാർ, മറ്റുള്ള പ്ലെയേഴ്സ്, ഇന്റർനാഷണൽ ആക്ടേഴ്സ്, ഇവരെല്ലാവരും തന്നെ ഇതിന് ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് അങ്ങേയറ്റത്തെ കുറ്റമാണ്. അപ്പൊ ഇനി ഇന്ത്യ എന്താ ചെയ്യാൻ പോവുക? ഇതിന് കൃത്യമായിട്ടുള്ള തെളിവ് കൊടുക്കേണ്ടുന്ന കാര്യം പോലുമില്ല. കാരണം ഇന്റർനാഷണൽ എയർ സ്പേസ് ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇന്നൊരു സാധാരണ പൗരന് പോലും കിട്ടുന്ന വിവരമാണ്. അപ്പൊ ഇങ്ങനെ ടെൻഷൻ നിലനിൽക്കുന്ന ഒരു സമയത്ത് ഈ എയർ സ്പേസ് എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ കൺവെൻഷന്റെ ആർട്ടിക്കിൾ 3B വിരുദ്ധമായിട്ട് പാകിസ്ഥാൻ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി ഒരു അന്വേഷണം ഉണ്ടാകും. അപ്പോൾ പാകിസ്ഥാൻ ഇവിടെ കാണിക്കുന്നത് എന്താണ്? പാകിസ്ഥാൻ എയർ സ്പേസ് എന്നത് സുരക്ഷിതമല്ല എന്നാണ്. ഇനി ഈ സംഘർഷം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഒരു സിവിലിയൻ എയർക്രാഫ്റ്റിനെ, അതൊരു ഇന്റർനാഷണൽ എയർക്രാഫ്റ്റിനെ പരിചയമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യം സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട എന്ത് സേഫ്റ്റി പ്രോട്ടോകോളിനാണ് അവർ മാനിക്കുന്നത്? എന്ത് കാര്യത്തിനെയാണ്? ഹ്യൂമൻ ലൈഫിനെ അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഇനി ഇതേപോലെ ഒരു പ്രത്യാക്രമണം സ്കൂളുകൾ കേന്ദ്രീകരിച്ചോ മതകേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചോ ഒക്കെ തന്നെ ഇന്ത്യ നൽകുകയാണ് എങ്കിൽ പാകിസ്ഥാൻ അവിടെ റിസ്ക് ചെയ്യുന്നത് ആരെയാണ്? അവരുടെ ജനതയെയാണ്. അതായത് പാകിസ്ഥാൻ ഏകപക്ഷീയമായിട്ട് സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമിക്കുക എന്ന് പറഞ്ഞൊരു റൈറ്റ് ഒന്നുമില്ലല്ലോ. പ്രചരണം നടന്നല്ലോ. അതായത് അവിടുത്തെ മസ്ജിദ് തകർത്തു എന്നായിരുന്നല്ലോ ആദ്യം പറഞ്ഞ് പ്രചരിപ്പിച്ചത്, അല്ലെ? അല്ല, നോക്കൂ, അതില് ഇന്ത്യൻ ഗവൺമെന്റിന്റെ മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരു മസ്ജിദാണ്. അല്ല, അത് തന്നെയുമല്ല, അത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പോലും ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണത്തിനെ പോലും നമ്മൾ അവിടെ എടുക്കേണ്ടതില്ല. ഔദ്യോഗികമല്ല എങ്കിലും നമ്മുടെ തിരുവനന്തപുരം MP ആയിട്ടുള്ള കോൺഗ്രസ്സുകാരനായിട്ടുള്ള ശ്രീ ശശി തരൂർ ഇന്ന് ഒരു വിദേശ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ ഇതേ ചോദ്യം അദ്ദേഹത്തിനോടുണ്ടായി.
അതായത് നിങ്ങളുടെ രാജ്യത്ത് ഇതേപോലെയുള്ള മതപരമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റുകൾ, സിവിലിയൻസ്, സ്ത്രീകൾ, കുട്ടികൾ ഇവരെയൊക്കെ തന്നെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഈ ടെററിസ്റ്റ് ഹൈഡൌട്ടുകളെ മാത്രമാണ്. ഇൻഡോക്ട്രിനേഷൻ സെന്ററുകൾ, അവരുടെ ട്രെയിനിങ് ക്യാമ്പുകൾ, അവർ കഴിയുന്ന സ്ഥലങ്ങൾ ഇവിടെ മാത്രമാണ്. അവിടെ ഇത്തരത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിട്ടുണ്ട്, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് കാണിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് ടെററിസ്റ്റുകളും അവരുടെ ബന്ധുക്കളുമാണ്. അവർ മാത്രമാണ് അവിടെ കഴിഞ്ഞിരിക്കുന്നത്. അവരോട് മേഴ്സി കാണിക്കാനായിട്ട് പറ്റില്ല. അവിടെ ടെററിസ്റ്റ് കേന്ദ്രം അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ടെററിസ്റ്റുകൾ അല്ലാത്ത അവരുടെ ബന്ധുക്കൾ മാത്രം അവിടെ ഉണ്ടെങ്കിൽ അവരെ തെരഞ്ഞു പിടിച്ച് ഒഴിവാക്കുന്ന രീതിയിലേക്കുള്ള ഒരു മിസൈൽ ഒന്നുമില്ല. നമ്മൾ ആക്രമിക്കുന്ന ടെററിസ്റ്റ് കേന്ദ്രങ്ങളാണ്. അവിടെ തുടരാനായിട്ട് ഏതെങ്കിലും ഒരാൾ കുടുംബപരമായിട്ട് തുടരുന്നതിനോ മതപരമായിട്ടുള്ള ആചാരങ്ങൾ നടത്തുന്നതിനോ വേണ്ടിയിട്ട് അവരെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെഡേക്ക് അല്ല, നമ്മുടെ ബോധറേഷൻ അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ടെററിസ്റ്റ് ഹൈഡൌട്ട് ആണ്. ഇപ്പൊ ബഹവൽപൂർ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് എന്ന് ഒരു നോൺ ഫാക്ട് ആണ്. മുറിദ്കെ എന്ന് പറയുന്നത് ലഷ്കർ ഇ തൈബയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്നുള്ള ഒരു നോൺ ഫാക്ട് ആണ്. അതിനെയാണ് നമ്മൾ ന്യൂട്രലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് എന്താ? നമ്മൾ തിരിച്ച് ഇതേപോലെ അടിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ടെററിസ്റ്റ് ഹൈഡൌട്ടുകൾ ഉണ്ടോ? അപ്പൊ ഇവർക്ക് ആക്രമിക്കേണ്ടി വരുന്നത് എവിടെയാണ്? മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റുകളെ ആക്രമിക്കുമ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്യുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് അവരവിടെ സെലക്ട് ചെയ്തിട്ട് മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയാണ്. അതുകൊണ്ടാണ് സിഖുകാരെ ആക്രമിക്കുന്നത്, അതുകൊണ്ടാണ് ക്രിസ്ത്യൻസിനെ ആക്രമിക്കുന്നത്, അതുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആക്രമിക്കുന്നത്, അതുകൊണ്ടാണ് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിനെ ആക്രമിക്കുന്നത്, അതുകൊണ്ടാണ് സ്കൂളുകളെ ആക്രമിക്കുന്നത്. ഞാൻ പറയുന്നത് തെമ്മാടി രാഷ്ട്രം എന്ന് നമ്മൾ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റോഗ് നേഷൻ എന്ന് അവരെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്ഷരാർത്ഥം ശരിയാണ് എന്നല്ലേ ഇവരിപ്പോ കാണിക്കുന്നത്. അതല്ല എങ്കിൽ ഒരു സിവിലിയൻ എയർക്രാഫ്റ്റിനെ പരിചയമാക്കിക്കൊണ്ട് നടത്തുന്ന ആക്ടിവിറ്റിയെ നിങ്ങൾ യുദ്ധമെന്ന് വിളിക്കുമോ, നിങ്ങൾ ഒരു സൈനിക നടപടി എന്ന് വിളിക്കുമോ, അതോ നിങ്ങൾ തീവ്രവാദ പ്രവർത്തനം എന്ന് വിളിക്കുമോ? ഞാനതിനെ തീവ്രവാദ പ്രവർത്തനം എന്ന് വിളിക്കുകയുള്ളൂ. കാരണം സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനെ ഷീൽഡ് ചെയ്തുകൊണ്ട് അവരെ വേണമെങ്കിൽ നിങ്ങൾ വീഴ്ത്തിക്കോളൂ, പക്ഷെ അവരെ പരിചയമായി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുമെന്നൊരു രാജ്യം പറയുന്നുണ്ടെങ്കിൽ ആ രാജ്യം തെമ്മാടി രാഷ്ട്രമാണ്. അവർ കാണിക്കുന്നത് അങ്ങേയറ്റത്തെ തെമ്മാടിത്തരമാണ്. അതുകൊണ്ട് ഞാൻ കരുതുന്നത് നമ്മൾ എത്രത്തോളം പ്രത്യാക്രമണം നടത്തി എന്നതിനേക്കാൾ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കുന്നത് ഈ 2 ഇന്റർനാഷണൽ കൺവെൻഷനെ പാകിസ്ഥാൻ വയലേറ്റ് ചെയ്തു എന്ന് ഇന്ത്യ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും മറ്റും അപ്രോപ്രിയേറ്റ് ഫോറങ്ങളിൽ കൊടുക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള രാജ്യങ്ങൾ, മറ്റുള്ള എയർലൈൻസ് ഒക്കെ തന്നെ ട്രാവൽ അഡ്വൈസറി ഇറക്കും. ഇങ്ങനെ ആ രാജ്യത്തുള്ള സിവിലിയൻ എയർ സ്പേസ് പോലും സംരക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, വേണമെങ്കിൽ അടിച്ചിട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറക്കാൻ അനുമതി കൊടുക്കുന്നത് എങ്കിൽ എത്ര രാജ്യങ്ങൾ അവരുടെ ഫ്ലൈറ്റ്, അവരുടെ സിറ്റിസൺസിനെ ഒക്കെ തന്നെ അവിടേക്ക് പറക്കുന്നതിന് വേണ്ടി അനുവദിക്കുമെന്ന് ആലോചിച്ച് നോക്കുക. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് വ്യോമ ഗതാഗതത്തിന് പോലും സേഫ്റ്റി ഉള്ള ഒരു രാജ്യമല്ല. അതിന് ഇന്ത്യ ആക്രമിക്കണമെന്നില്ല, ആ രാജ്യം തന്നെ വേണമെങ്കിൽ അതിനെ തകർക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ അവരുടെ പ്ലാൻ എന്തായിരുന്നു? ഇന്ത്യ അതിനെ ആക്രമിക്കണം, അതിനെ അടിച്ചിടണം, അല്ലെ? ഇനി നാളെ ഒരു സിവിലിയൻ എയർക്രാഫ്റ്റിനെ പറക്കാൻ അനുവദിക്കുകയും അതിനെ അവര് തന്നെ അടിച്ചിടുകയും ചെയ്തതിനു ശേഷം ഇന്ത്യയാണ് ചെയ്തത് എന്ന് പറയില്ല എന്ന് ആര് കണ്ടു? അപ്പൊ അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇന്ത്യ ഗുരുദ്വാര തകർത്തത് ഭാരതമാണെന്ന് പറഞ്ഞവരല്ലേ? അല്ല, നോക്കൂ, പഹൽഗാമിലെ അറ്റാക്ക് നടത്തിയിരിക്കുന്നത് ഇന്ത്യയാണ് എന്നും അമിത്ഷായെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ത്യക്കാരെ ശ്രമിക്കുന്നത് എന്നും ഇതിൽ പാകിസ്ഥാൻ ഒരു കൈയുമില്ല എന്ന് പറഞ്ഞ രാജ്യമല്ലേ ഇത്? ഇവര് പറയുന്ന ഏതെങ്കിലും കാര്യം നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? സാജിദ് മേർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊടിയ തീവ്രവാദി ആ രാജ്യത്തുണ്ട് എന്നുള്ള കാര്യത്തിനെ പറ്റി ഇല്ല, അയാള് മരിച്ചുപോയി എന്ന് പറഞ്ഞ് നുണ പറഞ്ഞ രാജ്യമല്ലേ ഇത്? എന്നിട്ട് അവസാനം അന്താരാഷ്ട്രമായിട്ടുള്ള വലിയ സമ്മർദ്ദം ഉണ്ടായ സമയത്ത് ഈ മരിച്ചുപോയ ആളിനെ ഇവന്മാര് ജീവിപ്പിച്ചു, പുതുതായിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അയാൾക്ക് ഒരു ട്രയലും കാര്യങ്ങളും കൊടുത്തിട്ട് അയാളെ 15 കൊല്ലം പിടിച്ച് അകത്തിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാളെ എവിടെയോ സുഖലോലുപതയിൽ കഴിയുകയായിരിക്കും. അതല്ല, അയാളെ ശിക്ഷിക്കാനായിട്ട് ഇവർക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇയാള് തട്ടിപ്പോയി എന്ന് നേരത്തെ പറയുമായിരുന്നു. ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ആഗോള ടെററിസ്റ്റ് എവിടെയായിരുന്നത്? ഇത്രയും വലിയ സുരക്ഷാ സന്നിധാനത്തോടുകൂടി പാകിസ്ഥാന്റെ ഒരു മിലിറ്ററി ബേസിനടുത്ത് അബട്ടാബാദിൽ സുഖലോലുപതയിൽ കഴിയുകയായിരുന്നില്ലേ? എന്ന് വെച്ചാൽ ഈ രാജ്യം ഒരുപക്ഷെ ലോകത്ത് മറ്റേതൊരു രാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അതിന് സീറോ കമ്മിറ്റ്മെന്റ് ആണ് ജനങ്ങളോട്. അവരുടെ ജനതയോട് കമ്മിറ്റ്മെന്റ് ഇല്ല, തീവ്രവാദത്തിനോട് മാത്രം കമ്മിറ്റ്മെന്റ് ഉള്ള, ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും മാത്രം ബീജാഭാവത്തിൽ തന്നെയുള്ള ഒരു തെമ്മാടി രാഷ്ട്രം എന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുകയാണ് എന്ന് ഓരോ ദിവസവും അവർ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ മതപരമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ പഹൽഗാമിൽ ഉദ്ദേശിച്ചിരുന്നത് എന്താ? മതപരമായിട്ടുള്ള ഒരു ആക്രമണമാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മതസ്പർദ്ധ ഉണ്ടാവുകയും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ അടിക്കുകയും ചെയ്യണമെന്നും അതിൽ നിന്ന് ചോരയൂറ്റി കുടിക്കാമെന്നും പറഞ്ഞൊരു കുറുക്കന്റെ മനസ്സോടുകൂടി ഇരുന്ന ആളിനെ തെമ്മാടിയെന്നല്ലാതെ പിന്നെ അയാളെ മഹാനെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുമോ? അപ്പൊ അത് പരാജയപ്പെട്ടു എന്ന് മനസ്സിലായപ്പോ, ഇന്ത്യ തിരിച്ചടി കൊടുക്കുമെന്ന് മനസ്സിലായപ്പോ, ഒരുപക്ഷെ ബാലക്കോട്ടിലേതുപോലെ ഒരു 1-off അറ്റാക്ക് ആണ് എന്ന് പ്രതീക്ഷിച്ചിടത്ത് നിന്നാണ് നമ്മൾ അവരുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് 9 സ്ഥലത്ത് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ അവർക്ക് എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയും സൈനിക ശക്തിയും മാത്രമാണ്.
അപ്പൊ അവർ വീണ്ടും ഇന്ത്യ വിരുദ്ധത ആളെ കത്തിക്കാനായിട്ട് ശ്രമിക്കും, സൈനിക ശക്തി ആളെ കത്തിക്കാനായിട്ട് ശ്രമിക്കും. അതിനിപ്പോ അസീം മുനീർ പോരാ, മറ്റൊരാൾ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ അസീം മുനീറിനെ മാറ്റും. എന്നിട്ട് അവർ വേണമെങ്കിൽ ഈ പറയുന്ന പോലെ സാഹിർ മിർസയെ വേണമെങ്കിൽ കൊണ്ടുവരും. ഇതെന്ത് വേണമെങ്കിലും അവർ ചെയ്യും. ഇപ്പോ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മാറിയതിനു ശേഷം ഇമ്രാൻഖാൻ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ അതാണ് അവിടുത്തെയുള്ള ആൾക്കാർ ിനെ തൃപ്തിപ്പെടുത്തുന്നത് എങ്കിൽ അവർ വേണമെങ്കിൽ ഷഹബാസ് ഷെരീഫിനെ മാറ്റിയതിനു ശേഷം ഇമ്രാൻഖാനെ വേണമെങ്കിൽ കൊണ്ടുവരും. പക്ഷെ ഇതിനൊക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം ഇന്ത്യ വിരുദ്ധതയാണ്. ഇമ്രാൻഖാൻ ഏതാണ്ട് മെച്ചമാണോ? ഇമ്രാൻഖാൻ അവിടെ ഇരുന്ന സമയത്തല്ലേ ഇന്ത്യക്കെതിരെ അവർ തീവ്രവാദ ആക്രമണം നടത്തിയിരുന്നത്? ഈ ഇമ്രാൻഖാൻ തന്നെയല്ലേ ഒസാമ ബിൻ ലാദൻ ഏറ്റവും വലിയ ത്യാഗിയായിട്ടുള്ള പിന്നെ എന്താണ് മാർട്ടയറാണ്, അയാള് പിന്നെ രക്തസാക്ഷിയാണ് എന്ന അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു പറയും പത്തടം കഴിയും ഒക്കെ തന്നെയാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കി ജനതയെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനെതിരെ മാത്രമാണ്, അല്ലെങ്കിൽ അവിടുത്തെ തീവ്രവാദികൾക്കെതിരെ മാത്രമാണ്. പക്ഷെ പാകിസ്ഥാൻ ഫൈറ്റ് ചെയ്യുന്ന ആർക്കെതിരെയാന്ന് നോക്കൂ, ഇന്ത്യക്കെതിരെ ഫൈറ്റ് ചെയ്യണം, അന്താരാഷ്ട്ര രംഗത്തു നിന്നുണ്ടാകുന്ന പ്രഷർ ഫൈറ്റ് ചെയ്യണം, IMF മുമ്പിൽ പിച്ചപാത്രം കൊണ്ടുപോയി നിൽക്കണം, ലോകബാങ്കിന് മുമ്പിൽ പിച്ചപാത്രം കൊണ്ടുപോയി നിൽക്കണം. പിന്നെ ആഭ്യന്തരമായിട്ട് ആൾക്കാർക്കുണ്ടാകുന്ന അമർഷവും പ്രതിരോധവും ഉണ്ട്, അതിന് മറുപടി നൽകണം. സൈന്യത്തിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്, അത് മാറ്റണം. ഖൈബർ പക്തൂങ്ക പോലെയുള്ള, ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ പോലെയുള്ള, ബലോചിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിലുള്ള ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതിനെ നേരിടാൻ വേണ്ടിയിട്ട് പോകണം. അവിടുത്തെ സൈനികരെ പുകച്ച് അരിപ്പയാക്കുന്ന ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉണ്ട്, അതിനെ നേരിടാൻ പോകണം. ക്വറ്റ ഇപ്പൊ അവർ പിടിച്ചെടുത്തു എന്ന് പറയണം, അപ്പൊ അവിടെ പോകണം. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒറ്റ ഫോക്കസ് ആണുള്ളത് എങ്കിൽ പാകിസ്ഥാന് 2 കണ്ണൊന്നും പോലെ ഒരു 10-15 കണ്ണ് വേണം അവർക്ക് ഓരോരുത്തരെ ഈ സമയത്ത് നിരീക്ഷിക്കാൻ. അപ്പോൾ അത്രത്തോളം ഫെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അവരിപ്പോ നടത്തുന്നത് ഈ വെള്ളത്തിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ നീന്തൽ അറിയാത്ത ആൾ നടത്തുന്ന അവസാനത്തെ ഒരു രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള വെപ്രാളം മാത്രമാണ്. അതിന്റെ പുറത്ത് അവർ ഈ പറയുന്നത് പോലെയുള്ള ഒറ്റബുദ്ധിത്തരം ഒരുപാട് കാണിക്കാനുള്ള സാധ്യതയുണ്ട്, ഇനിയും കാണിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ഇന്ത്യയുടെ അപ്രോച്ച് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതാണ്, വളരെ റെസ്പോൺസിബിൾ ആണ്, അത് നോൺ എസ്കലേറ്ററി ആണ്, അത് വളരെ പ്രൊപ്പോർഷനേറ്റ് ആണ്, വളരെ മിതത്വത്തോടുകൂടി റെസ്ട്രെയിൻഡ് ആയിട്ട് അവർ ചെയ്യുകയാണ്. അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണെങ്കിൽ നമ്മൾ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രമാണ്. അതാണ് ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം.